നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്കവരും അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാത്ത, എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി സ്വാധീനിക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട് അത് വെറുമൊരു കെട്ടിടമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ വീടിന് ഒരു ജീവനുണ്ട്, അതിന് സ്വന്തമായി ഒരു ഊർജമുണ്ട്, അതിന് ഒരു ബോധമുണ്ട്, കോൺഷ്യസ്നസ്. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ വീടിന് അസുഖം വരാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ വീട് രോഗാതുരമായാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും തടഞ്ഞു നിർത്തും. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ലേ? കുടുംബത്തിൽ എപ്പോഴും വഴക്കും അസ്വസ്ഥതകളുമാണോ? കുട്ടികൾക്ക് അടിക്കടി അസുഖങ്ങൾ വരുന്നുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ വീട് രോഗാതുരമാണ് എന്നതാകാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ വീടിനെ സുഖപ്പെടുത്താം, ഹീൽ എന്നും അതിലൂടെ തടസ്സമില്ലാത്ത ഐശ്വര്യം എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നുമാണ്. ഈ രഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എന്റെ വീട് സുഖപ്പെട്ടിരിക്കുന്നു, മൈ ഹൗസ് ഇസ് ഹീൽഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. നമുക്ക് സാറ എന്ന ഒരു സ്ത്രീയുടെ കഥ നോക്കാം. 5 വർഷം മുമ്പ് കോടിക്കണക്കിന് രൂപ മുടക്കി അവർ തന്റെ സ്വപ്ന ഭവനം വാങ്ങി. വലിയ മുറ്റം, മനോഹരമായ കിച്ചൺ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് മുതൽ അവരുടെ ജീവിതം നരകതുല്യമായി. ഭർത്താവുമായി എപ്പോഴും വഴക്ക്, കുട്ടികൾക്ക് നിർത്താത്ത അസുഖങ്ങൾ, ബിസിനസ്സിൽ വലിയ തകർച്ച. മാനസികമായി അവർ തകർന്നുപോയി. ഒടുവിൽ അവർ ഒരു ജ്ഞാനിയെ ചെന്ന് കണ്ടു. അദ്ദേഹം വീട് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് രോഗാതുരമാണ്. അത് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് വച്ചിരിക്കുകയാണ്. ഇതൊരു കഥയല്ല, പ്രപഞ്ചത്തിലെ ഒരു വലിയ സത്യമാണ്. നിങ്ങളുടെ വീട്ടിലെ ഓരോ ഫർണിച്ചറും ഓരോ അലങ്കാര വസ്തുവും ഊർജം വഹിക്കുന്നുണ്ട്. അവ നിങ്ങളുടെ കഴിഞ്ഞകാല ഓർമ്മകളെയും വികാരങ്ങളെയും സൂക്ഷിക്കുന്നു. അവിടെ ദുഃഖകരമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ വീട് ദുഃഖത്തിന്റെ ഊർജം പ്രസരിപ്പിച്ചു കൊണ്ടേയിരിക്കും. വീടിനുള്ളിലെ അരാജകത്വവും ക്ലറ്റർ നിങ്ങളുടെ സമൃദ്ധിയെ തടയും. എങ്ങനെയാണ് നിങ്ങളുടെ വീടിനെ സുഖപ്പെടുത്തേണ്ടത്? അതിനായി ഹൗസ് ഹീലിംഗ് പ്രോട്ടോകോൾ, ഹൗസ് ഹീലിംഗ് പ്രോട്ടോക്കൽ എന്നറിയപ്പെടുന്ന ഈ ഘട്ടങ്ങൾ ശ്രദ്ധിക്കുക. 1. അനാവശ്യ വസ്തുക്കൾ ഒഴിവാക്കുക. ഡീക്ലീറ്റിംഗ്. വീടിനെ സുഖപ്പെടുത്താനുള്ള ആദ്യ പടി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഓരോ മുറിയിലും കയറി അവിടെയുള്ള ഓരോ വസ്തുവിനെയും ശ്രദ്ധിക്കുക. ഈ സാധനം എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടോ? ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണോ തോന്നുന്നത്? അതോ പഴയ വിഷമങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഉത്തരമില്ലെങ്കിൽ അത് ദൂരേക്ക് കളയുകയോ മറ്റാർക്കെങ്കിലും നൽകുകയോ ചെയ്യുക. പഴയ ബില്ലുകൾ, ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ ഇവയെല്ലാം നെഗറ്റീവ് ഊർജത്തിന്റെ കൂടാരങ്ങളാണ്. അവ പോകുമ്പോൾ മാത്രമേ പുതിയ അനുഗ്രഹങ്ങൾക്ക് കടന്നുവരാൻ ഇടമുണ്ടാകൂ. 2. ആഴത്തിലുള്ള ശുചീകരണം, ഡീപ് ക്ലീനിംഗ്. വീട് വൃത്തിയാക്കുന്നത് കേവലം പുറമോടിക്കല്ല, അതൊരു ആത്മീയ ശുദ്ധീകരണമാണ്. വീടിന്റെ ഓരോ കോണും, ജനലുകളും തറയും വൃത്തിയാക്കുക. പൊടിയും മാറാലിയും കെട്ടിക്കിടക്കുന്നത് ഊർജത്തിന്റെ ഒഴുക്കിനെ തടയും. നിങ്ങൾ വീട് വൃത്തിയാക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം വരാനുള്ള ചാനലുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. 3. അടുക്കും ചിട്ടയും ഓർഗനൈസേഷൻ. അരാജകത്വവും ദാരിദ്ര്യത്തെയും ആശയക്കുഴപ്പത്തെയുമാണ് ആകർഷിക്കുന്നത്. എന്നാൽ ക്രമവും അടുക്കും ചിട്ടയും ഓർഡർ ഐശ്വര്യത്തെയും വ്യക്തതയെയും ആകർഷിക്കുന്നു. ഓരോ സാധനത്തിനും കൃത്യമായ ഒരിടം ഉണ്ടാക്കുക. നിങ്ങളുടെ വീട് എത്രത്തോളം അടുക്കും ചിട്ടയോടെയും ഇരിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അവസരങ്ങളും പണവും നിങ്ങളിലേക്ക് എത്തും. 4. പോസിറ്റീവ് ഊർജം നിറയ്ക്കുക. വീട് വൃത്തിയാക്കിയ ശേഷം അവിടെ പോസിറ്റീവ് ഊർജം നിറയ്ക്കണം. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, മനോഹരമായ സംഗീതം കേൾപ്പിക്കുക, നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. വീട്ടിൽ ചിരിയും സന്തോഷവും നിറയ്ക്കുക. ഇത് നിങ്ങളുടെ വീടിനെ ഒരു സാധാരണ കെട്ടിടത്തിൽ നിന്ന് ഐശ്വര്യത്തിന്റെ ഒരു പുണ്യസ്ഥലമാക്കി മാറ്റും. മാർക്കസ് എന്ന ഒരാൾ തന്റെ വീട് ഇതുപോലെ ശുദ്ധീകരിച്ചപ്പോൾ ഉണ്ടായ മാറ്റം അതിശയകരമായിരുന്നു. വർഷങ്ങളായി ഒരേ വരുമാനത്തിൽ തളച്ചിടപ്പെട്ട അയാൾ വീട് വൃത്തിയാക്കി 3 മാസത്തിനുള്ളിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചു. 6 മാസത്തിനുള്ളിൽ അയാളുടെ വരുമാനം ഇരട്ടിയായി. അയാളുടെ വീട് സുഖപ്പെട്ടപ്പോൾ അയാളുടെ ജീവിതവും സുഖപ്പെട്ടു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഓരോ നിമിഷവും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രോഗാതുരമായ ഒരു വീട് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും. എന്നാൽ ഐശ്വര്യപൂർണമായ ഒരു വീട് നിങ്ങളെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കും. അടുത്ത ഒരാഴ്ച നിങ്ങളുടെ വീടിനെ സുഖപ്പെടുത്താനായി മാറ്റിവെക്കുക. മാറ്റം നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ വരെ പ്രകടമാകും. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീടും ജീവിതവും എന്നും ഐശ്വര്യപൂർണമായി